ഹലോ, ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പം എന്തായാലും സ്കൂളിൽ പോകാനാട്ടോ റെഡി ആവുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് കുളിച്ചിട്ടൊക്കെ വന്ന് യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്രീമും കാര്യങ്ങളൊന്നും വരട്ടില്ല, ഒള്ളി പൗഡറാട്ടോ, വേറെ ഒന്നുമില്ല. ക്രീമൊക്കെ പുരട്ടി എൻ്റെ മുഖത്ത് കുരു വരും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ക്രീമായിട്ട് സൺസ്ക്രീൻ മാത്രമേ ഞാൻ പുരട്ടാറുള്ളൂ. അപ്പോൾ ഭയങ്കര മഴ ആയതുകൊണ്ട് ഞാൻ സൺസ്ക്രീം ഒന്നും പുരട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പൗഡർ ഇടുന്നുണ്ട്. കാരണം മുഖത്ത് നല്ല എണ്ണമായ ഉണ്ട്, തലയിൽ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ വെച്ചപ്പോൾ മുഖത്തും കൂടി എണ്ണമായോ അതായി. അത് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി പൗഡർ കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടു. ഇപ്പം ഇത്തിരിയൊക്കെ എണ്ണമായോ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി വൈകുന്നേരം വരുമ്പോൾ കാണാം. ഓക്കെ, അത് അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാട്ടോ എൻ്റെ മേക്കപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഐസ്ക്രീം കിട്ടിയ കേട്ടോ. അപ്പം അതിൻ്റെ അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ലിപ്സ്റ്റിക്കും, ലിപ് ബാം, ഫൗണ്ടേഷൻ, നെയിൽ പോളിഷ്, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം ഞാൻ വേറെ തേക്കുന്നത് നമ്മുടെ കാജലാട്ടോ, ഹിമാലയയുടെ ആട്ടോ കാജൽ. നല്ല കാജലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണ് 50 രൂപയും കണ്ടുള്ളൂ. അപ്പം ഞാനത് എന്നും എഴുതാറുണ്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്നും എഴുതാറുണ്ട്, അങ്ങനെ എഴുതിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് ഐലൈനർ ആട്ടോ. ഐലൈനർ കൊണ്ട് ഞാനൊരു കുഞ്ഞു പൊട്ട് മാത്രമേ തൊടുന്നുള്ളൂ കേട്ടോ. ഒരു ചെറിയ സ്റ്റഡ് പോലത്തെ ഒരു പൊട്ടാണ് കേട്ടോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് തന്നെ ആട്ടോ ഐലൈനർ. അടുത്തത് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാട്ടോ. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ പിരികത്തിൽ. ഡാർക്ക് ആക്കിയത് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഷെയ്ഡ് മാത്രം ഞാൻ ഇട്ട് കൊടുക്കും. ഷെയ്ഡായിട്ട് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് കണ്ണ് എഴുതണം. കണ്ണ് നമ്മുടെ മറ്റേ ജെൽ ഐലൈനർ, നമ്മുടെ മില ബ്യൂട്ടിയുടെ ജെൽ ഐലൈനർ കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കാണുക കേട്ടോ. നല്ലൊരു സാധനം കേട്ടോ. ഇതിൻ്റെ കൂടെ ബ്രഷും കിട്ടുമേ. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ട് വരാം കേട്ടോ. നല്ല സാധനം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കണ്ണ് എഴുതിയത് കേട്ടോ. കാണാൻ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇതെന്തായാലും വാട്ടർ പ്രൂഫാണ്, സ്മജ് പ്രൂഫാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കണ്ണിനൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതും ലിപ് ബാമാണ് കേട്ടോ. കാരണം എൻ്റെ ചുണ്ട് മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് ലിപ് ബാമാണ് ഇടുന്നത്. ലൈറ്റായിട്ട് ഇടുന്നുണ്ട്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. എൻ്റെ 115 രൂപയും കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ മുടിയാട്ടോ. കാരണം ഞാനിന്ന് കുളിച്ചിട്ടായിരുന്നു. എല്ലാ ദിവസവും കുളിക്കത്തൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് കുളിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ ഇന്ന് ഈ തലയിൽ വെള്ളം പോയില്ലെങ്കിൽ നനഞ്ഞ മുടി കെട്ടി വെച്ച മണവും പേനൊക്കെ വരത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സാധാരണ ക്ലിപ്പ് കൊണ്ടാണ് കെട്ടാറ് കേട്ടോ. ഓക്കെ, കുളിക്കാത്ത ദിവസത്തേക്ക് ഞാൻ ഒന്നെങ്കിൽ പോണിറ്റൈൽ കെട്ടും, അല്ലെങ്കിൽ സാധാരണ പോലെ കെട്ടും. അപ്പോൾ ഇന്ന് നനഞ്ഞ മുടിയായതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്രാബ് കൊണ്ടാണ് കെട്ടുന്നത് കേട്ടോ. അപ്പം കെട്ടിയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാട്ടോ കെട്ടുന്നത്, ഇങ്ങനെ. അപ്പോൾ കുളിക്കുന്ന ഡേയൊക്കെ ആണെങ്കിൽ കുളിക്കുന്ന ദിവസമൊക്കെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കെട്ടും. അടുത്തത് വാച്ചാട്ടോ. വാച്ച് ഞാൻ എന്തും ഇടും, മറക്കാതിരുന്ന ഒരു കാര്യമാണ് വാച്ച് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വാച്ചിട്ടും. അടുത്തത് പെർഫ്യൂം ആട്ടോ. പെർഫ്യൂം എനിക്ക് വേണം, കാരണം നല്ല പെർഫ്യൂം, നല്ലൊരു മണമുണ്ട് ഈ ഒരു പെർഫ്യൂമിന്. ഓക്കെ, ഞാൻ ഒത്തിരി പെർഫ്യൂം അടിച്ച്. ഈ പെർഫ്യൂം അടിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ പോയി. ചില പെർഫ്യൂമിനൊക്കെ കുത്തൽ മണമല്ലേ, അതൊക്കെ കഴിയുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റും എനിക്ക്. അപ്പോൾ എൻ്റെ കണ്ണിൽ പോയി ഇത്ര അടിച്ചപ്പം. നല്ല പെർഫ്യൂമാട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ എൻ്റെ കാതയിൽ നോക്കിയപ്പോൾ എൻ്റെ കമ്മലില്ല. അപ്പം ഞാൻ എൻ്റെ ആ ഒരു മാലയൊക്കെ ഇട്ട് വെക്കണ പെട്ടിക്കകത്ത് തുറന്നപ്പം കമ്മൽ. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഊരി വെക്കും കേട്ടോ. കിടക്കാൻ നേരത്തെ ഊരി വെക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ കല്ലൊക്കെ പോവും, ഇല്ലെങ്കിൽ കുത്തി കയറും. കുളിക്കാൻ നേരത്തൊക്കെ ഞാൻ ഊരി വെക്കും കേട്ടോ. അപ്പോൾ ഇത് സ്റ്റഡ് പോലത്തെ ഒരു കമ്മലാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ട് വരാവേ. ഓക്കെ, അപ്പോൾ ഞാൻ കമ്മലൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ നെയിം മീറ്റിംഗ് ചലഞ്ചിൻ്റെ പേരും കമൻറ്റ് ചെയ്യണേ.